Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. ఇప్పుడు అంతా అయినా ഇത് വെള്ളിയാങ്കിരിയാണ്. വെള്ളിയാങ്കിരി എന്നാൽ അർത്ഥമാക്കുന്നത് വെളുത്ത പർവ്വതം അല്ലെങ്കിൽ വെള്ളിപ്പർവ്വതം. പക്ഷെ എല്ലാം പച്ചിപ്പാണ്. പിന്നെ എന്തുകൊണ്ടാണ് വെള്ളിയാങ്കിരി പർവ്വതങ്ങൾ എന്ന് പറയുന്നത്? വർഷത്തിൽ 10 മാസവും പർവ്വതമുകളിൽ എപ്പോഴും മേഘങ്ങൾ മൂടിയിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെള്ളിവിതാനം പോലെ. അതുകൊണ്ടാണ് വെള്ളിപ്പർവ്വതം അല്ലെങ്കിൽ വെള്ളപ്പർവ്വതം എന്ന് പറയുന്നത്. ഈ പർവ്വതങ്ങൾ ഞങ്ങൾക്ക് വെറും പർവ്വതങ്ങളല്ല, എനിക്ക് വലിയൊരു ക്ഷേത്ര സമുച്ചയം പോലെയാണ്. ഇത് മറ്റു ചില തലങ്ങൾ പ്രസരിപ്പിക്കുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ വെറും പാറക്കല്ലുകൾക്കും മണ്ണുകൾക്കും അപ്പുറം വേറെന്തൊക്കെയോ കാണാം. ഇത് ഒരു നിശ്ചിത ഊർജ്ജബോധവും അറിവും ഉൾക്കൊള്ളുന്നു. ഇവിടം പൊതുവായി കൈലാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ തെക്കിന്റെ കൈലാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ സംഭവിച്ചു. വളരെ സംശയാലുവായ തെക്കേ ഇന്ത്യയിലെ ഒരു സ്ത്രീ ശിവനെ പ്രണയിച്ചു. എന്നിട്ട് അവരൊരു പ്രതിജ്ഞയെടുത്തു, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കൂ. അവർ ഉറപ്പിച്ചു പറഞ്ഞു. വളരെയധികം അനുകമ്പയുള്ള ആളായതിനാൽ അദ്ദേഹം താഴേക്കിറങ്ങാൻ തുടങ്ങി. എന്നാൽ മറ്റുള്ളവരുടെ കൂട്ടം, അതായത് മറ്റ് ദേവന്മാർ, ദേവതകൾ, പ്രപഞ്ചശക്തികൾ അദ്ദേഹത്തിന് തെക്കുനിന്നൊരു ഭാര്യ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചില്ല. എങ്ങനെ അദ്ദേഹത്തെ തടയാവുന്ന പല രീതിയിൽ അവർ ഗൂഢാലോചന നടത്തി. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. അദ്ദേഹം വരുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കൂടിക്കാഴ്ചയ്ക്ക് ഒരു തീയതി തീരുമാനിച്ചു. ഈ ദിവസത്തിൽ അദ്ദേഹം വന്നില്ലെങ്കിൽ താൻ ശരീരം ഉപേക്ഷിക്കുമെന്ന് ആ സ്ത്രീ ഉറപ്പിച്ചു. അദ്ദേഹം തിരക്കിട്ട് താഴേക്കിറങ്ങി. അദ്ദേഹം എത്തേണ്ടതായിരുന്നു. അവിടെ ആ സ്ഥലത്ത് ഉദയത്തിന് മുൻപ് അദ്ദേഹം താഴേക്കിറങ്ങി. എന്നാൽ മറ്റ് ദേവതകൾ ഒരു കപട സൂര്യോദയം സൃഷ്ടിച്ചു. കർപ്പൂരം കൊണ്ടൊരു വലിയ ആഴി അവർ ഉണ്ടാക്കി. സൂര്യോദയമാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ശിവൻ വിചാരിച്ചു സൂര്യൻ ഉദിച്ചല്ലോ. അദ്ദേഹം വിചാരിച്ചു ഞാൻ പരാജിതനായി, എനിക്ക് സമയം പാലിക്കാൻ കഴിയാത്തതിനാൽ അവർ പോയി കാണും. അദ്ദേഹം അവർ പറഞ്ഞ സ്ഥലത്തിന് വളരെ അടുത്തെത്തിയിരുന്നു. ആ സ്ഥലമാണ് ഇന്ന് കന്യാകുമാരി എന്നറിയപ്പെടുന്നത്. അവിടെ വെച്ചാണ് അവർ ശരീരം ഉപേക്ഷിച്ചു പോയത്. അങ്ങനെയാണ് അവിടം കന്യകയുടെ ക്ഷേത്രമായത്. അവിടെ നിന്ന് അവർ അവരുടെ ശരീരം വെടിഞ്ഞു. അദ്ദേഹം സമയത്ത് വന്നതാണ്, വളരെ അടുത്തെത്തിയതുമാണ്. വെറും 22 കിലോമീറ്റർ ദൂരെയായിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം തിരികെ പോയി. അവരും മടങ്ങി. അദ്ദേഹത്തിന് വളരെ നിരാശ തോന്നി. അദ്ദേഹം സ്വയം പഴിച്ചുകൊണ്ട് കോപാകുലനായി.
അദ്ദേഹം തിരികെ വന്ന് ഇരിക്കുവാനായി ഒരിടം അന്വേഷിച്ച് വെള്ളിയാങ്കിരി പർവ്വതനിരയിലെത്തി. എന്നിട്ട് അവിടെ ഇരുന്നു. അത് വളരെ വിചിത്രമായൊരു സ്ഥലമായിരുന്നു. പരമാനന്ദത്തിലായിരുന്നില്ല അദ്ദേഹം ഇവിടെ ഇരുന്നത്. ഒരു ധ്യാനാവസ്ഥയിലുമായിരുന്നില്ല. അദ്ദേഹം ഇവിടെ ഇരുന്നത് ഒരുതരം നിരാശയിൽ സ്വയം പഴിച്ചുകൊണ്ടും കോപാകുലനുമായാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരുതരം ഊർജ വ്യവസ്ഥയായിരുന്നു ഇവിടെ. അദ്ദേഹം ഇവിടെ കുറെ കാലം താമസിച്ചതിനാൽ ഒരു പാരമ്പര്യമുണ്ട്. ശിവൻ ഒരു നിശ്ചിത കാലം എവിടെ താമസിച്ചാലും ആ സ്ഥലം പിന്നീട് കൈലാസമെന്നറിയപ്പെടുമെന്ന്. പിന്നീട് ഇവിടം തെക്കിന്റെ കൈലാസമായി മാറി. കാരണം അദ്ദേഹം ഒരു നിശ്ചിത സമയം ഇവിടെ ചെലവഴിച്ചതിനാൽ. എന്നിട്ട് അദ്ദേഹം ഒരു നിശ്ചിത ഊർജം അവിടെ നിക്ഷേപിച്ചതിനാൽ ഒരുപാട് യോഗികൾ അവിടേക്ക് വന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഋഷിമാരുടെയും ദർശകരുടെയും ചരിത്രം ഇവിടെ ഉണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള മാന്ത്രികത ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ ആൾക്കാരെ സിദ്ധാസ് എന്നറിയപ്പെട്ടിരുന്നു. തമിഴിൽ അവരെ സിദ്ധേസ് എന്ന് പറയും. തെക്കേ ഇന്ത്യയിലെ ഈ മാന്ത്രിക വിദ്യയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള ഒന്ന് കാണാൻ കഴിയില്ല. ഈ പാരമ്പര്യത്തിൽ നിന്ന് വളരെയധികം പേര് വന്നു. അതിലൊരു യോഗി നമുക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അദ്ദേഹം സദ്ഗുരു ശ്രീ ബ്രഹ്മയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം വിടിയേണ്ടി വന്നപ്പോൾ അദ്ദേഹം പർവ്വതത്തിലേക്ക് കയറി അവിടെ ഇരുന്നു. ഇതൊരു അതുല്യ സംഭവമാണ്. ഇക്കാലത്തും എന്നത്തെയും പോലെ ഇന്നും സജീവമാണ്. അദ്ദേഹം 7 ചക്രങ്ങളിൽ നിലകൊണ്ടു. അത് വളരെ അപൂർവമായൊരു സംഭവമാണ്. ഇപ്പോഴും ആ സ്ഥലം അന്ന് ഉണ്ടായിരുന്ന അതേ രീതിയിലാണ് നിലനിൽക്കുന്നത്. ആ സ്ഥലവും ആ ഊർജ്ജതലവും അതേ രീതിയിൽ. നിങ്ങളൊന്നും അറിയാതെ തന്നെ നിങ്ങളിൽ നിന്നും പുറത്തു വരും. കാരണം വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഈ ഗ്രഹത്തിൽ. 7 ചക്രങ്ങൾ കൂടിയും ജീവിച്ച ഒരു ജന്മത്തിന് സാക്ഷിയായ ഒരു സ്ഥലം. അദ്ദേഹം ഒരു ചക്രേശ്വരനായിരുന്നു. 7 ചക്രങ്ങളിലും ജീവിക്കുന്ന ഒരാളെ ചക്രേശ്വരൻ എന്നാണ് വിളിക്കുന്നത്. ശിവനെയും ചക്രേശ്വരൻ എന്നാണ് വിളിക്കുന്നത്. മത്സ്യേന്ദ്രനാഥും ചക്രേശ്വരനാണ്. ഗോരഖ്നാഥും അറിയപ്പെടുന്ന ചക്രേശ്വരൻ എന്നാണ്. പിന്നെ മറ്റു ചില യോഗികൾ അവരെയും ചക്രേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത്. വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഇത്രയും കാലമായിട്ട് ഉള്ളത്. അവിടെ ക്ഷേത്രങ്ങളൊന്നുമില്ല. 3 പാറകൾ മാത്രം, വെറുതെ നിലകൊള്ളുന്ന കൂറ്റൻ പാറകൾ. 25-30 അടി ഉയരമുള്ള പാറകൾ. 3 അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതിന് താഴെയുള്ള ഭാഗം ഒരു ക്ഷേത്രമാണ്. പണി കഴിക്കപ്പെട്ട ക്ഷേത്രമല്ല. എന്നിട്ട് ഈ സീസണിൽ ഏകദേശം 1 ദശലക്ഷം ആളുകൾ രാത്രിയിൽ മല കയറുന്നു. ഇത് വലിയ രീതിയിൽ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെറുതെ അങ്ങോട്ട് കയറുന്നത് വെറും തീർത്ഥാടനമാകാതെ അത് സാധനയുമായി ബന്ധിപ്പിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചാലും, നിങ്ങൾ മാറാൻ ആഗ്രഹിച്ചാലും അതിന് ചില ഊർജ്ജ തലങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ അതൊരു വ്യർത്ഥ ശ്രമമായിരിക്കും. നമുക്ക് ഇത്തരത്തിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായുണ്ട്. വളരെയധികം. ഇവിടെ അത് തയ്യാറാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇരുന്ന് ശിവനെ നോക്കുക മാത്രമാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇരുന്ന് അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക എന്നതാണ്. അത്തരത്തിലുള്ള ഊർജ വ്യവസ്ഥ ലഭ്യമാവുമ്പോൾ, ഇത് അത്തരത്തിലുള്ള ഊർജ വ്യവസ്ഥയാണ്. ഇവിടം രാജ്യത്തിലൂടെയോ ലോകത്തിലൂടെയോ കടന്നുപോകാൻ കഴിയുന്ന ഒരു ആത്മീയ വിപ്ലവത്തിന്റെ അടിത്തറ. ഇവിടം ഒരു ഇതില്ലാതാവുന്ന രീതിയിലുള്ളതല്ല, വറ്റാത്ത രീതിയിലുള്ളതാണ്. നിങ്ങളിവിടേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ ആത്മീയനാകാൻ സാധ്യതയുണ്ടാവണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത് ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ, നിങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്ന് മുകളിൽ കയറുന്നതിന് മുൻപ് 40-48 ദിവസത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് ലളിതമായ കാര്യങ്ങൾ ആർക്കും ചെയ്യാവുന്ന രീതിയിൽ പിന്നെ അവിടെ പോയി നിങ്ങൾക്ക് നേടാം. ഈ ഊർജം നിങ്ങൾക്ക് പൂർണ്ണമായി സ്വീകരിക്കാനാവും. കുറഞ്ഞപക്ഷം ചെറിയ തോതിലെങ്കിലും ഊർജം. ശിവാങ്ക എന്നാൽ
ഒരു അംഗയാകുക. അംഗ എന്താണെന്നറിയോ? ശിവന്റെ അംഗം. നിങ്ങൾ എന്തായാലും ശിവന്റെ അംഗമാണ്. ഓക്കെ, ശിവ എന്നാൽ ഇല്ലാത്തത് എന്താണോ അതാണ്. ഇല്ലാത്തത് എന്താണോ അതാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. അത് ചെറിയൊരു സംഭവമാണ്. നമ്മൾ ശിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇല്ലാത്തത് എന്താണോ അതിനെയാണ്. വലിയൊരു ശരീരം, എന്നാൽ അത് ഇല്ലാത്തത്. അതിലെ ചെറിയ അംഗങ്ങൾ. ഒന്നൊരു പക്ഷെ ഒരു ഗാലക്സി ആയിരിക്കാം, മറ്റൊന്ന് നക്ഷത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ആയിരിക്കാം, മറ്റൊന്നൊരു ആറ്റമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ. ഇതെല്ലാം തന്നെ ശിവന്റെ അംഗങ്ങളാണ്, ശരിയല്ലേ? കാരണം എല്ലാം ഇല്ലാത്തതിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾ ശിവന്റെ അംഗമാണ്, പക്ഷെ നിങ്ങൾ ആ ബോധത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സാധന ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ബോധതലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം എന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ച് ബോധവാനല്ലയോ അത് നിങ്ങൾക്ക് പ്രാപ്തമാവില്ല, ശരിയല്ലേ? 48 ദിവസം നിലനിൽക്കുന്ന എല്ലാ പ്രക്രിയയും നിങ്ങൾ ഈ പ്രക്രിയയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നിങ്ങൾ ആ അനുഭവത്തിലേക്ക് എത്തും, നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കും. നിങ്ങൾ ശിവന്റെ ഒരു അംഗമാണെന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ സ്വയം സൃഷ്ടിച്ച ഒരു അസ്തിത്വം എന്നാണ്. നിങ്ങളൊരു അതുല്യ അസ്തിത്വമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒന്നിനോടും ഒരാളോടും ബന്ധമില്ലെന്നാണ്. അതുകൊണ്ടാണ് ഒറ്റപ്പെടുന്നത്, അതുകൊണ്ടാണ് ദുരിതങ്ങൾ ഉണ്ടാവുന്നത്, അതാണ് സംഘർഷത്തിന് കാരണം, അതാണ് ഭയത്തിന് കാരണം, ശരിയല്ലേ? നിങ്ങൾ ശരിക്കും വേർപിരിഞ്ഞാൽ നിങ്ങൾ മരിച്ചു വീഴും, നിങ്ങൾ ഇല്ലാതെയാകും. ഒരു ബന്ധം കൊണ്ടാണ് നിങ്ങളുടെ അസ്തിത്വം നിലനിൽക്കുന്നത് തന്നെ. പക്ഷെ എന്തൊരു നിർഭാഗ്യകരമാണല്ലേ? ബൃഹത്തായ ഒന്നിനോട് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല, അത് അറിയുന്നില്ല, അതിന്റെ ആനന്ദം ആസ്വദിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇത് കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ശിവാംഗ കുറ്റകൃത്യം ഒഴിവാക്കലാണ്. നിങ്ങൾ ജീവിതത്തിന്റെ ഈ തലവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആരോഗ്യം, ധനം, ഐശ്വര്യം എല്ലാം സംഭവിക്കും. ഇതിനുപരിയായി ആനന്ദത്തോടെ ജീവിക്കുക എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറും. അപ്പോൾ ഇത് നിങ്ങളിൽ ശരിയായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന പ്രക്രിയയാണ്. സൂര്യപ്രകാശത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അളവിൽ ജീവൻ ലഭിക്കുന്നില്ല. ശ്വസിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ഓക്സിജൻ ലഭിക്കുന്നില്ല. കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ പോഷകങ്ങൾ ലഭിക്കുന്നില്ല. ഇതിന് കാരണം നിങ്ങൾ നിങ്ങളെ സ്വയം സജ്ജമാക്കിയിരിക്കുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ട് ശിവാംഗ സാധനം അത്തരം അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിനൊരു അടിസ്ഥാനമുണ്ടാകും. ആ ഒരു അടിസ്ഥാനത്തിൽ എല്ലാം സമൃദ്ധിയിലേക്ക് ഉയരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആത്മീയ പ്രക്രിയയുടെ ഒരു അടിത്തറയാണ് സൃഷ്ടിക്കുന്നത്. അതിന്റെ മുകളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ അഭിവൃദ്ധി പ്രാപിക്കും. ശിവായ. జల ప్రవాహమా విపస్తనే గణేవలంబ్య లంబితాంబుజంగ తుంగమాలికా